സത്യമാഷിൻ്റെ പുസ്തകങ്ങൾ സ്വയം പ്രകാശിക്കുന്ന പുസ്തകങ്ങളാണ്. അതിന് പ്രത്യേകിച്ച് ആരെങ്കിലും പ്രകാശിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ചടങ്ങുണ്ടാകുമ്പോൾ നമുക്ക് അതിന് സാക്ഷികളാകാനും അതിൻ്റെ എന്താ പറയുക നിമിത്തങ്ങളാകാനും സാധിക്കുന്നത് മാത്രമേ ഉള്ളൂ ഈ ചടങ്ങിനൊക്കെ ഉള്ളൊരു പ്രാധാന്യം. മൂന്ന് വർഷം മുമ്പ് മാഷിൻ്റെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു. പുസ്തകം പ്രകാശനം എന്നല്ല, പുസ്തകം കൈമാറാനുള്ള ഒരു, അങ്ങനെ പറഞ്ഞാൽ മതി, ഒരു സന്ദർഭം ഉണ്ടായി. അത് ഷേക്സ്പിയറിൻ്റെ ഗീതകങ്ങളുടെ പരിഭാഷകളായിരുന്നു. ഇന്നിപ്പം മാഷിൻ്റെ ഈ നിധിജാല സുഖമ എന്നുള്ളത് മൗലിക രചനകളാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം ഞാൻ ആലോചിക്കുകയായിരുന്നു. മാഷ് നേരത്തെ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളതാണ് ഷേക്സ്പിയറിൻ്റെ ഗീതകങ്ങൾ. അതിൽ ആ സോണറ്റ്സിൽ കവി തോഴനോട് ഈ ആസക്തിയെക്കുറിച്ചും പിന്നെ അങ്ങനെ ജീവിതത്തിൻ്റെ ആ വിജയങ്ങളെക്കുറിച്ചും നേടിയെടുക്കേണ്ടതിനെക്കുറിച്ചും ഒക്കെയുള്ള ഉദ്ബോധനങ്ങളാണ് അതിൽ വരുന്നത്. അത് 16-ാം നൂറ്റാണ്ടിൽ ഷേക്സ്പിയർ അത് എഴുതുന്ന സമയത്ത് എഴുത്തച്ഛൻ അനാസക്തിയുടെയും വിരക്തിയുടെയും ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം എന്നും പറയുന്ന ഒരു അവസ്ഥയാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. അപ്പം അതിനുശേഷം ഞാനിപ്പം മാഷിൻ്റെ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു അനാസക്തമായ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഒരു വിരക്തി എന്നല്ല പറയേണ്ടത്, ആ ഒരു തീക്ഷ്ണത കുറഞ്ഞ, ലോകത്തെ മുഴുവൻ കുറച്ചുകൂടി സമഗ്രമായി കാണുന്ന ഒരു ദർശനം, ഒരു ഷിഫ്റ്റ് ഓഫ് പേഴ്സ്പെക്റ്റീവ് ഈ പുസ്തകത്തിലുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം നമ്മളിങ്ങനെ ഈ ചുരം കയറി പോകുന്ന സമയത്ത് ഓരോ വളവുകൾ പിന്നിടുമ്പോഴും നമുക്ക് ഈ വിദൂരങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ഉൾക്കാഴ്ച ഉണ്ടാവും. ഉൾക്കാഴ്ച എന്നല്ല പറയേണ്ടത്, കുറച്ചുകൂടി ആ വിസ്തൃതിയെക്കുറിച്ചുള്ള അവബോധം നമുക്കുണ്ടാവും ഉയരത്തിലേക്ക് കയറുമ്പോൾ. അതുകൊണ്ടാണല്ലോ കുമാരനാശാൻ പറയുന്നത്, ധ്യാനശീലനവൻ അങ്ങ് അധിത്യകാ സ്ഥാനമാർന്ന് തടശോഭ നോക്കിനാൻ വാനിൽ നിന്ന് നിജ നീളമാർന്നെഴും കാനനം ഖഗയുവാവ് പോലവേ എന്ന്. അപ്പോൾ വാനിൽ നിന്ന് ഈ ഖഗയുവാവ് താഴേക്ക് നോക്കുമ്പോൾ കുറച്ചും കൂടി ഈ ലോകത്ത് വിശാലമായി കാണാൻ കഴിയും. ഇത് തന്നെയാണ് ഈ ഉയരത്തിലിരുന്നിട്ടുള്ള ഒരു താഴേക്ക് നോക്കുന്നത് പോലെ, ഈ ചുരങ്ങളുടെ വളവുകൾ പോലെ മാഷിൻ്റെ കാവ്യ ജീവിതത്തിൽ ഇങ്ങനെ ഈ ആരോഹണം ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നല്ല ഒരു ഉച്ചസ്ഥായിയിൽ നിന്നുകൊണ്ടുള്ള ഒരു വിഹക വീക്ഷണം ജീവിതത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചും ഒക്കെ ഉണ്ടാവുന്നു. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഈ നിധിജാല സുഖമ്മ എന്നുള്ള ഈ പുതിയ കവിതാ സമാഹാരം മാഷിൻ്റെ ഈ ഒരു ടേണിങ്ങിനെ എന്താ പറയുക, ചുരത്തിലെ ഒരു വളവ്, ഉച്ചസ്ഥായിൽ നിന്നുള്ള ഒരു ചുരത്തിലെ വളവ് പോലെ നമുക്ക് അനുഭവപ്പെടാൻ കഴിഞ്ഞു ഈ കവിതകളിലൂടെ കടന്നു പോയപ്പോൾ. ഏതാണ്ട് ഒരു മാഷിൻ്റെ 5 സൂര്യൻ എന്നുള്ള വളരെ പ്രശസ്തമായ ആദ്യകാല കവിതയൊക്കെ എൻ്റെ കൗമാരപ്രായത്തിൽ മാഷിനെ ഒരുപാട് അനുകരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അന്നത്തെ കാലം, കാരണം അനുകരിക്കാതിരിക്കാൻ അസാധ്യമാവില്ല. NG ഉണ്ണികൃഷ്ണ മാഷ് ഒരു കവിതയിൽ പറയുന്നുണ്ട്, ആരായാലും ഒന്ന് മോഷ്ടിച്ചു പോകും എന്ന് പറയുന്നു, ഇത്രയും സൗന്ദര്യം കാണുമ്പോൾ. അപ്പോൾ അതുപോലെ മാഷിനെയൊക്കെ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് മാഷിൻ്റെ കവിതകൾ കലാകൗമുദിയിലോ അതിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിച്ച് ഒന്ന് അതുപോലെയൊക്കെ ശ്രമിച്ച് നോക്കുന്നൊരു കാലം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നേരത്തെ സന്തോഷ് കുമാർ പറഞ്ഞ പോലെ സാറ ടീച്ചറും സച്ചി മാഷും ഒക്കെയാണ് പിൻകാലത്ത് ഞങ്ങൾക്കൊക്കെ വലിയ ആവേശം തന്നിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ 5 സൂര്യൻ എന്നുള്ള കവിതയിൽ പറയുന്ന പോലെ പലതരത്തിലുള്ള സൂര്യന്മാരുണ്ട്. അത് ഈ പ്രഭാത സൂര്യൻ്റെ രശ്മികളല്ല കുറച്ചുകൂടി മുകളിലേക്ക് പോകുന്ന സമയത്തുണ്ടാവുന്നത്, അതിൻ്റെ തീക്ഷ്ണത വർദ്ധിക്കും. അപ്പം ഇപ്പോൾ ഈ കവിതകളിൽ എനിക്ക് തോന്നുന്നത് ഈ സായാഹ്ന സൂര്യൻ്റെ രശ്മികളെപ്പോലെ ഒരു കുളിർമ നമുക്ക് തരുന്നതും കുറച്ചുകൂടി അതിൻ്റെ നിറവും അതിലൊക്കെ മാറ്റങ്ങൾ വന്നതും കുറച്ചുകൂടി അങ്ങനെ ഒരു സമഗ്രത ഈ പെർസ്പെക്റ്റീവിൽ ഉണ്ടാവുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരം കവിതകളാണ്. അതൊരു പക്ഷം മാഷിൻ്റെ ജീവിതാനുഭവങ്ങൾ, ദീർഘകാലത്തെ സഞ്ചാരങ്ങളും ജീവിതത്തിലൂടെയുള്ള സഞ്ചാരങ്ങളും ചിന്തകളിലൂടെയും ദർശനങ്ങളുടെ എഴുത്തിലൂടെയും പല ഭാഷകളിലൂടെയും ഒക്കെ സഞ്ചരിച്ചതിൻ്റെ ഒരു പക്വത എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്.
അത് എല്ലാത്തിനെയും മറക്കുകയും പൊറുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കുറച്ചും കൂടിയും പിന്നെ അതിൽ വരുന്നത് ഒരു നർമ്മത്തിൻ്റെ ഒരു എലമെൻ്റാണ് കൂടുതലായിട്ട് വന്നത്. അതാണ് എനിക്ക് തോന്നിയത്. ഒരു ചിരി, പിന്നെ തൻ്റെ രോഗം. ഈ സമീപകാലത്ത് കഴിഞ്ഞ 1-2 വർഷങ്ങൾക്കിടയിൽ മാഷ് എഴുതിയിട്ടുള്ള കവിതകളാണ് ഇത്. ഈ കവിതയിൽ ഒരു ചിരിയുണ്ട്. മുമ്പൊക്കെ വലിയ ആവേശത്തോടെയും സമരവീര്യത്തോടെയും കൂടി വളരെ തീക്ഷ്ണമായിട്ട് എന്താ പറയുക, മുഷ്ടി ചുരുട്ടിയിരുന്ന ആ ചുരുട്ടിക്ക് ഒരു ചെറിയ മാറ്റം വരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ മാഷ് എല്ലാത്തിനും അടിയറവ് പറഞ്ഞ് ഒഴിയുന്നു എന്നുള്ള നിലയ്ക്കല്ല പറയുന്നത്. പക്ഷെ അതിൻ്റെ ഒരു തീക്ഷ്ണതയിൽ കുറച്ചുകൂടി സമഗ്രമായി ലോകത്തെ ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ചപ്പാട് എനിക്കതിനകത്ത് കാണാൻ കഴിഞ്ഞു. പിന്നെ ഈ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് അപേക്ഷകളുടെ ഒരു കാലമുണ്ട്, അത് കഴിഞ്ഞാൽ ഉപേക്ഷകളുടെ ഒരു കാലമുണ്ട്. ശരിക്കും നമ്മൾ നേടുന്ന അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്നൊരു കാലമുണ്ട്. കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള കുറേ ഒരു കാഴ്ചപ്പാടുകൾ നമുക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ നിധിജാല സുഖമ എന്നുള്ളത് ത്യാഗരാജ സ്വാമികളുടെ ഒരു കീർത്തനാണ്. അപ്പോൾ ഈ കീർത്തനത്തിൽ അദ്ദേഹം പറയുന്നത്, നിധിയാണോ സുഖം, അല്ലെങ്കിൽ സമ്പത്താണോ സുഖം, അതോ സേവനമാണോ, രാമപാദ സേവയാണോ, അല്ലേ, അങ്ങനെ എന്തോ ആണ് എന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഏതാണ് സുഖം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് ഈ കൃതി ഉണ്ടാവുന്നതിനൊരു കാരണമായിട്ട് പറഞ്ഞ് കേട്ടിട്ടുള്ളത്, ഈ ത്യാഗരാജ സ്വാമികളെ ഒരിക്കൽ ഒരു പ്രഭു, അതോ ഇനി രാജാവാണോ എന്നറിയില്ല, കൊട്ടാരത്തിൽ പാടാൻ വേണ്ടി ക്ഷണിച്ചു. അപ്പോൾ ആ ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തിന് വലിയ സമ്പത്ത്, സ്വർണവും പിന്നെ എന്തൊക്കെയോ സമ്മാനങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തു അത്ര. അത് സ്വാമികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ആ കച്ചേരിക്ക് പോയില്ല. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇതല്ല ആവശ്യം, എന്നെ ആവിഷ്കരിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നിധിയല്ല എനിക്ക് വേണ്ടത്, എന്നെ ആവിഷ്കരിക്കണം. അപ്പോൾ ഈ രാമപാദ സേവ എന്ന് പറയുന്നത് തൻ്റെ ആവിഷ്കാരം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതാണ് എനിക്ക് വലുത്, അത് നിധിയല്ല, സമ്പത്തല്ല. അത് ഒരു ഉപേക്ഷയാണത്. അങ്ങനെ ഒരു ഈ തൻ്റെ ആവിഷ്കാരം എന്ന് പറയുന്നത് സ്വർണത്തിന് അല്ലെങ്കിൽ നിധിക്ക് പകരം വയ്ക്കുന്ന ഒന്നല്ല എന്നുള്ള ഒരു ആ തന്നിലും തൻ്റെ കലയിലുമുള്ള ഒരു വിശ്വാസമാണത്. അപ്പം ഈ കവിത, ഈ നിധിജാല സുഖമ എന്നുള്ളത് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കൃതി, ഇപ്പം മാഷ് MD രാമനാഥനെ കുറിച്ചൊക്കെ നിരവധി വാഗ്ഗേയകാരന്മാരെ കുറിച്ച് മാഷ് എഴുതാത്ത മേഖലകളില്ല. ഇപ്പം ഈ നേരത്തെ സന്തോഷ് പറഞ്ഞതുപോലെ കവിത മാത്രം എഴുതുന്നൊരാളും പിന്നെ കഥകൾ എഴുതുന്നു എന്ന് പറഞ്ഞതുപോലെ എനിക്കതിൽ അത്ര അത്ഭുതം തോന്നിയിട്ടില്ല. ഞാൻ വരുന്നത് പൊന്നാനിയിൽ നിന്നാണ്. പൊന്നാനിയിൽ എഴുത്തുകാരൊക്കെ തന്നെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടൊരു ചെറുകഥാകൃത്താണ്. ശരിക്കും സൂക്ഷിച്ചു നോക്കിക്കോളൂ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ എല്ലാ കവിതകളും, ഇപ്പം അങ്ങേ വീട്ടിലേക്ക്, അതല്ലെങ്കിൽ ബുദ്ധനും ഞാനും നരിയും, പൂതപ്പാട്ട്, ഏത് ഇടശ്ശേരി കവിത എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിലൊരു ചെറുകഥയാണ്. സംഘർഷ നിർഭരമായ ഒരു മുഹൂർത്തത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ആഖ്യാനം തന്നെയാണ്, പദ്യത്തിലുള്ള ഒരു ആഖ്യാനം തന്നെയാണ്. കൃത്യമായിട്ട് നമുക്കത് പറയാൻ കഴിയും. ഉറൂബിൻ്റെ ചില ആഖ്യാനങ്ങൾ, കഥയിലെ ആഖ്യാനങ്ങൾ എത്രമാത്രം കവിത തുളുമ്പുന്ന വരികളാണ് ഉറൂബ് എഴുതിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഉറൂബ് കവിതകൾ എഴുതിയിട്ടുണ്ട്, ഇവർ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. വിവിധ സാഹിത്യ ശാഖകൾ വെള്ളം കിടക്കാത്ത കമ്പാർട്ട്മെൻറ്റുകളായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. വ്യത്യസ്ത മേഖലകളിൽ അവർ പ്രവർത്തിക്കുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ. ഗോവിന്ദൻ നോവൽ എഴുതി, കവിത എഴുതി, നാടകം എഴുതി, നീ മനുഷ്യനെ കൊല്ലരുത് എന്നുള്ള നാടകം എഴുതി. അങ്ങനെ വ്യത്യാസം. പക്ഷേ എനിക്ക് തോന്നുന്നത് സമീപകാലത്തായിട്ടാണ് ഈ കവികൾ അല്ലെങ്കിൽ എഴുത്തുകാർ സ്പെഷ്യലിസ്റ്റുകളായത്. കണ്ണിൻ്റെ ഡോക്ടർ അല്ലെങ്കിൽ ചർമ്മത്തിൻ്റെ ഡോക്ടർ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ആയി തുടങ്ങിയത് ഈ സമീപകാലത്താണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ എല്ലാ ശാഖകളിലും ഒരുപോലെ ഉള്ള ഒരു കൃതഹസ്തത എന്ന് പറയുന്നത് നമ്മുടെ പഴയ എഴുത്തുകാർക്ക് ഉണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു പക്ഷേ ഈ സ്പെഷ്യലിസ്റ്റുകളാകാൻ ഈ മാധ്യമരംഗത്ത് ചില സമ്മർദ്ദങ്ങളൊക്കെ അതിന് ഉണ്ടായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ബ്രാൻഡ് ചെയ്യപ്പെടുന്ന ഒരു സ്വഭാവമുണ്ട്. ഒരാൾ ഒരു കാര്യത്തിൽ അങ്ങോട്ട് ഏർപ്പെട്ട് അതിലങ്ങോട്ട് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ അത്തരത്തിലുള്ള എഴുത്തുകൾ മാത്രം മതി എന്നുള്ളതാണ്.
ഗോപി ഇനി ലേഖനം മാത്രമേ എഴുതാവൂ എന്നുള്ള രൂപത്തിലേക്ക് ഗോപിയുടെ ഒരു പുസ്തകം വിജയിച്ചു കഴിഞ്ഞാൽ ഗോപികൃഷ്ണൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഫാസിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതുന്ന ഒരാളാണ് എന്നങ്ങോട്ട് ബ്രാൻഡ് ചെയ്യും. പിന്നെ അതൊരു തരം കുടുക്കാണത്. അപ്പോൾ അങ്ങനെ അല്ലാതെ ആ കുടുക്കിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ് ടി.പി. രാജീവൻ. നേരത്തെ പറഞ്ഞതുപോലെ ടി.പി. രാജീവൻ ഇതുപോലെ യുദ്ധം ചെയ്ത് നിന്നിട്ടുള്ളതാണ് സർഗാത്മക രംഗത്ത് പല നിലയിലും. അപ്പോൾ ആ നോവൽ വളരെ സ്വീകരിക്കപ്പെടുകയും അത് ചലച്ചിത്രമാവുകയൊക്കെ ചെയ്തു. അതുപോലെ ഇപ്പം മനോജ് കുറൂർ അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നൊരു സ്വകാര്യം പറഞ്ഞ 4 ചാപ്റ്റർ നോവൽ ഞാനും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് പരസ്യമായിപ്പോയി. എന്താ വെച്ചാൽ എനിക്കുള്ളൊരു വിഷമം തോന്നിയിട്ടില്ലെന്ന് വെച്ചാൽ ഈ കവിതയിലായതുകൊണ്ട് നമുക്ക് ധാരാളം സമയം വേണം. ഒരു വാക്കിലിങ്ങനെ ഊന്നി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അടുത്ത വാക്ക് അത് അതിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് ഇങ്ങനെ വാക്കിൻ്റെയും അർത്ഥത്തിൻ്റെയും അതിൻ്റെ ലെയറുകളുടെയും സാധ്യതയെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നതോറും എഴുതാൻ പറ്റില്ല. ഈ മർമ്മം അറിയുന്ന ആൾക്ക് പശുവിനെ എറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ഗദ്യത്തിൽ എഴുതുമ്പോൾ എനിക്ക് നേരിടുന്നൊരു പ്രശ്നം ഇതാണ്. കുറച്ചും കൂടെ നമ്മൾ ഈ കവിത എന്ന് പറയുമ്പോൾ പലപ്പോഴും സ്വർണ്ണപ്പണി പോലെ വളരെ സൂക്ഷ്മമായിട്ടുള്ള കൊത്തുവേലകളാണ് ഈ വാക്കിൻ്റെ അകത്ത്, അല്ലെങ്കിൽ അർത്ഥവേലകളാണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെ ചെയ്യാൻ കഴിയാത്തത്. പക്ഷെ മാഷിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. മാഷ് ആണ് അത്ഭുതപ്പെടുത്തുന്ന വിധം എല്ലാ സാഹിത്യ മണ്ഡലങ്ങളിലും മാഷ് ഇപ്പം ഞാൻ മാഷിൻ്റെ കുറിച്ച് കുട്ടി കവിതകൾ വായിച്ച് കോരി തിരിച്ചു പോയി. ഞാൻ എന്ത് മനോഹരമായിട്ടുള്ള കവിതകളാണ് മാഷിൻ്റെ കുട്ടി കവിതകൾ. എത്ര പേര് എഴുതുന്നുണ്ട് ബാലസാഹിത്യം, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ഞാൻ ബാലസാഹിത്യം എഴുതിയിട്ടുണ്ട്. ഞാൻ ദീർഘകാലം കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായതുകൊണ്ടും കൂടിയാണോ എന്തോ അറിയില്ല, കുട്ടികളായിട്ട് കൂടുതൽ സമ്പർക്കമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പല എഴുത്തുകാരും ബാലസാഹിത്യത്തെ പിന്നെ അതെന്തോ മോശപ്പെട്ടൊരു കാര്യമാണെന്നും അത് ചില പ്രൊഫഷണലായിട്ടുള്ള മോശപ്പെട്ട എഴുത്തുകാർക്ക് വിട്ടുകൊടുത്തു ആ മേഖലയെ, പ്രത്യേകിച്ച് കവിതയെ, ബാലസാഹിത്യത്തിൽ. അങ്ങനെയും കൂടെ നമുക്ക് ആലോചിക്കാം. വെറുതെ ഈ അക്ഷര പൊട്ടലുകൾ മാത്രം എടുത്തുകൊണ്ടുള്ള പ്രാസം ഭംഗി മാത്രം വെച്ചിട്ടുള്ള ചില അങ്ങനെ ആയിപ്പോയി. എന്തായാലും മാഷ് നമുക്കൊക്കെ ഒരു മാതൃകയാവുന്നത് ഈ പിന്നെ ഇങ്ങനെ വ്യത്യസ്ത സാഹിത്യ ശാഖകളിലൂടെ അല്ലെങ്കിൽ ഭാഷയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട്. ഇത് ഭാഷയിൽ കവിതയോ നോവലോ നിങ്ങൾ ലേഖനമോ എന്തെഴുതുകയാണെങ്കിലും ഭാഷ എന്ന് പറയുന്ന ഇത് ഈ പുസ്തകത്തിൻ്റെ ഈ ആമുഖത്തിൽ മാഷ് പറയുന്നൊരു കാര്യം, ഇതാ: ഞാൻ കഴിഞ്ഞ 2 വർഷങ്ങളിൽ പലപ്പോഴായി എഴുതാൻ ഇടവന്ന കവിതകളാണ് ഇവിടെ സമാഹരിക്കപ്പെടുന്നത്. പിന്നെ ഇന്ത്യയിൽ ലോകത്തിൽ തന്നെയും വർദ്ധിച്ചു വരുന്ന ഇരുട്ട്, മനുഷ്യവംശം, കാലാവസ്ഥാ വ്യതിയാനവും യുദ്ധങ്ങളും മൂലം താമസിയാതെ അവസാനിക്കുമോ എന്ന ആശങ്ക, ഇവയുടെ പ്രതിഫലനം ഈ രചനകളിൽ കാണാം. എൻ്റെ ബിംബഭാഷയോ ഇടയ്ക്കുള്ള വൃത്തപ്രയോഗമോ ഒന്നും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല, ഇനി ഉപേക്ഷിക്കാൻ ഇടയുമില്ല. കവിതയെ ഒരു ഭാഷാകലയായി കാണുന്നത് കൊണ്ട് എന്നാണ് മാഷ് അതിന് പറയുന്ന ന്യായീകരണം. ഇതൊരു ഭാഷാകലയാണ് എന്നുള്ളത് കൊണ്ട് മത്സ്യത്തിന് ജലം എങ്ങനെയാണോ അതുപോലെയാണ് ഈ കവിതയ്ക്ക് അല്ലെങ്കിൽ സാഹിത്യത്തിന് ഭാഷ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഇന്നത്തെ ഒരു മാധ്യമ വലയത്തിൽ, അതായത് ഈ ഇൻ്റർഡിസിപ്ലിനറി പല മാധ്യമങ്ങൾ കൂടിക്കലർന്നും ആ കലർപ്പാണ് ഇന്ന് കൂടുതലായിട്ട് വരുന്നുണ്ട്. ചിത്രങ്ങളും അതും ഇതൊക്കെ വന്ന് ഇതിൻ്റെ ഇടയിൽ ഈ ഭാഷ എന്ന് പറയുന്ന അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ സൂക്ഷ്മതകൾ ഇപ്പോൾ പലപ്പോഴും ഇല്ലാതായി പോകുന്നൊരു കാലഘട്ടത്തിലാണ് മാഷിൻ്റെ ഈ പ്രസ്താവന എനിക്ക് പ്രത്യേകമായിട്ട് മനസ്സിൽ തട്ടിയത്. പിന്നെ ഞാൻ ഈ ഇതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ചുരുക്കത്തിലൊന്ന് പറയാം. ഈ നിധിജാല സുഖമ എന്നുള്ള കവിതയെക്കുറിച്ച് പറഞ്ഞു. സമീപകാലത്ത് എഴുതിയിട്ടുള്ള മിക്കവാറും പീരിയോഡിക്കൽസിൽ നമ്മളെല്ലാം വായിച്ചുള്ള കവിതകളാണ് ഇതിൽ വരുന്നത്. ദീർഘമായ ഒരു അഭിമുഖവും ഇതിൻ്റെ അനുബന്ധമായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മാഷിൻ്റെ ഈ സമീപകാലത്ത് വന്നിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും ഈ തൻ്റെ ഉള്ളിലിരുന്ന് ലോകത്തെ കാണുന്നതും ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്ന് തന്നെ നോക്കിക്കാണുന്നതുമായിട്ടുള്ള 2 കാഴ്ചപ്പാടുകളുണ്ട്. ഈ സമാഹാരത്തിലെ മാഷ് പലപ്പോഴും പുറത്തിരുന്ന് മാഷ് നോക്കിക്കാണുന്ന ഒരു പെർസ്പെക്റ്റീവിലേക്ക് വരുന്നുണ്ട്. മാഷ് ഒരിക്കലും അങ്ങനെ സാധാരണ പതിൽ സ്വന്തം കാര്യങ്ങൾ അങ്ങനെ പറയാറില്ല, ലോകത്തെക്കുറിച്ചാണ് പറയാറുള്ളത്. ഇതിൽ അങ്ങനെയല്ല. മാഷ് അകന്നു നിന്ന് തന്നെ നിരീക്ഷിച്ച് തൻ്റെ തന്നെ മാറ്റങ്ങളെ, തൻ്റെ ശരീര ചലനങ്ങളെ വരെ
മാഷ് നിരീക്ഷിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ മാഷിലൊരു നർമ്മം ഉണ്ടാകുന്നുണ്ട്, ഒരു ചിരി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആ ചിരി എന്ന് പറയുന്നത് ഒരു ഒരു ഇതിനെയെല്ലാം കുറച്ചുകൂടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കുന്നിൻ്റെ ഉച്ചിയിലെ അവസാനത്തെ വളവിൽ കയറി നിന്നുകൊണ്ട് കാണുന്ന ഒരു ഒരു എന്താ പറയുക, ദർശനം, ദൂരദർശനം എന്ന് പറയില്ലേ, അത് സാധിക്കുന്നുണ്ട്. ഞാൻ അതിലെ ഒരു കവിത കൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഇതിൽ ഒരു സീരീസ് തന്നെ ഉണ്ട് രോഗത്തെക്കുറിച്ച്, അപസ്മാരം, അങ്ങനെ പല രോഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒരു ദീർഘ കവിതയിലെ മൂന്നാമത്തെ ഒരു ഖണ്ഡം മരുന്നുകൾ എന്നാണ്. രോഗങ്ങൾ എന്നാണ് കവിതയുടെ ശീർഷകം. അതിൽ അഭ്യാസ ചികിത്സ എന്ന് പറഞ്ഞ് ഈ ഫിസിയോതെറാപ്പിനെ ബേസ് ചെയ്തിട്ട് മാഷ് എഴുതിയിട്ടുണ്ട്. പിന്നെ വാർദ്ധക്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, മരുന്നുകളുണ്ട്, അളവുകൾ, ഇങ്ങനെ 4 ഖണ്ഡങ്ങളായിട്ടുള്ളൊരു കവിതയാണ്. അതിൽ ഈ മരുന്നുകൾ എന്നുള്ള ഖണ്ഡം മാത്രം വായിക്കാം. അതിലെ ഒരു ചിരി. ജീവിതം ഒരു രോഗമോ മരുന്നോ എന്ന് ഇപ്പോഴും എനിക്ക് തീർച്ച പോരാ. രോഗം ആണെങ്കിൽ അതിന് എന്തു മരുന്ന് വേണം എന്നും, മരുന്ന് ആണെങ്കിൽ രോഗത്തിന് എന്ത് പേരിടും എന്നും. ആ ചുവന്ന ഗുളിക അസമത്വം മാറ്റും എന്നതിന് യാതൊരു തെളിവും ഇല്ല. ആ കാവി ഗുളിക ദേശസ്നേഹം വർദ്ധിപ്പിക്കും എന്നതിനും. രാവിലെ കഴിക്കുന്ന നീല ഗുളിക വാക്കിനു കടൽ പോലെ ആഴം കൂട്ടുമോ? ഉച്ചയ്ക്ക് കഴിക്കുന്ന വെള്ള ഗുളിക സൂര്യനായി മാറി വെയിൽ കൊണ്ടുവരുമോ? വൈകിട്ട് കഴിക്കുന്ന കറുത്ത ഗുളിക ചൂടുകാലത്ത് മഴ പെയ്യിക്കുമോ? രാത്രി കഴിക്കുന്ന പച്ച ഗുളിക കാടും പുഴയും സംരക്ഷിക്കാൻ നന്നോ? ഇരുമ്പു ഗുളിക കഴിച്ചാൽ ധർമ്മപുത്രർ കണ്ട നരകം കാണാൻ കഴിയുമോ? ഒരു സ്വർണ്ണ ഗുളിക കഴിച്ച് യേശു പോയ സ്വർഗത്തിലേക്ക് ഉയരാൻ കഴിയുമോ? അറിയില്ലെന്ന് പറയാനേ അറിയൂ. ഗുളികയാക്കി തന്നാൽ എന്തും പഠിക്കാം എന്ന് ശിഷ്യർ, ചരിത്രം മുതൽ തത്വചിന്ത വരെ. എല്ലാവർക്കും A+ കിട്ടുന്ന ആ നല്ല കാലം വരയണമേ. ഇത് ഈ ചിരി മാഷ് നമ്മളിൽ ഉണർത്തുന്ന ഈ ചിരി, മാഷ് സ്വയം ചിരിച്ച് നമ്മളെ ചിരിപ്പിക്കുന്ന ഈ ലോകത്ത് നോക്കുന്നൊരു ചിരിയും മാഷിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഈ കഴിഞ്ഞ കാലയളവിലുണ്ടായിട്ടുള്ള മാഷിൻ്റെ രോഗാവസ്ഥയൊക്കെ നോക്കി കാണുന്ന ഒരു ചിരിയാണ്. അപ്പം ഇതുപോലെ ഇങ്ങനെ തന്നെ നോക്കിക്കാണുന്ന തൻ്റെ രോഗാവസ്ഥയും കാണുന്നതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ വലിയ രോഗാവസ്ഥയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തൻ്റെ ഇതിനെ വെക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും മാഷിൻ്റെ കാവ്യ ജീവിതത്തിലെ ഈ ഒരു വളവ് അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായൊരു വീക്ഷണകോണിനെ സ്ഥാപിക്കുന്ന നിധിജാല സുഖമ എന്നുള്ള ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഒപ്പം സന്തോഷ് കുമാറിനും ഉണ്ട്. കാരണം സാധാരണഗതിയിൽ വയലാർ അവാർഡ് കിട്ടിയ നോവൽ വായിക്കുക എന്നാണ് എൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ വായിച്ച നോവലിന് വയലാർ അവാർഡ് കിട്ടുകയും ചെയ്തു. കാരണം ഞാൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ സന്തോഷം എഴുതി നല്ല നോവലാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്തതിന് ശേഷമാണ് ഈ അവാർഡ് പ്രഖ്യാപനം. സന്തോഷിന് എൻ്റെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.